അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെറീനയും റാഹിലയും അതാ സൗദയുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതെ, സംഭവം ഇവരുമായി എന്തോ പ്രശ്നത്തിലാണ്. നമുക്കൊന്ന് പോയി നോക്കാം. പുത്തൻ വീട് തറവാട്ടുകാരെ എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടണം എന്നുള്ള ചിന്തയായിരുന്നു റാഹിലക്കും ഷെറീനക്കും. അതുകൊണ്ട് തന്നെ അവർ അതാ അവളുടെ വീട് ചോദിച്ചറിഞ്ഞു പോകുന്നു. എന്നാൽ ഒരു കൊച്ചു കുടില് ആണ് അവർ കണ്ടത്. ഓ, ഇതാണോ ഓല വീട്? പിന്നെ തൊട്ടപ്പുറത്ത് വലിയ വീടുണ്ട്, ഏതാ പോയി നോക്കുക. അറിയാത്ത രീതിയിൽ അതാ അവർ അവരുടെ വീട്ടിലെത്തി. ഇത് സൗദിയുടെ വീടാണോ? അവരുടെ ഉമ്മയായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ആ, എന്തേ, ആരാണ് നിങ്ങള്? അല്ലേ, സൗദിനൊന്ന് കാണാൻ വേണ്ടി വരികയായിരുന്നു. എന്തേ കാര്യം? ശരിക്കും ഗൗരവത്തോടു കൂടിയാണ് അവരുടെ ഉമ്മ അത് പറയുന്നത്. അത് ഞങ്ങൾക്ക് അവളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സൗദൻ്റെ കാര്യം ആലോചിച്ചിട്ട് നല്ല വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. സൗദ, എടി സൗദ. ആ, എന്തോ ഉമ്മ? അന്നെ കാണാതെ അവിടെ രണ്ടാൾക്കാർ വന്നിക്കണ്. ആൾക്കാരോ? ഓളാകെ പേടിച്ചു. എന്നാൽ അവൾ അങ്ങോട്ട് എത്തി വന്നപ്പോൾ അതാ ആ ഷെറീന എന്ന് പറഞ്ഞ സ്ത്രീയെ പരിചയമുണ്ട് അവൾക്ക്. അത് തൊട്ടടുത്തുള്ള ജമീല താത്തയുടെ മരുമകള്. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിപ്പോയി. ആ, കയറിക്കോളി. ഞങ്ങൾ കയറാനോ ഇരിക്കാനൊന്നും വന്നതല്ല, കുറച്ച് അത്യാവശ്യ കാര്യം പറയാൻ വന്നതാണ്. അല്ല, ഇജിപ്പം നവാസിൻ്റെ പെണ്ണുങ്ങളെന്നല്ലേ? അതെ. ആ, എന്താണ്? അല്ല, നവാസും ജയിറ്റിപ്പോൾ ഒരു ബന്ധമില്ലേ അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു കേട്ടത്? ചിലവര് പറഞ്ഞു കേട്ടു, പക്ഷേ ഞങ്ങൾക്കൊന്ന് ശരിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ബന്ധം ഇല്ലാതൊന്നുമില്ല. അത് കേട്ടുകൊണ്ട് അത് അവളുടെ ഉമ്മ കുഞ്ഞിക്കതി അങ്ങോട്ട് കടന്നു വരുന്നു. ആർക്കാടി ബന്ധമുള്ളത്? എന്ത് ബന്ധമുള്ളത്? എന്തിനാ ഒളിപ്പിച്ചു വെക്കണത്? ഒരു ബന്ധമില്ല കുട്ടികളെ നിങ്ങളോട് പറയാൻ. ഓനൊന്ന് തിരിഞ്ഞു നോക്കലില്ല, തിരിഞ്ഞു നോക്കലുമില്ല, വരലുമില്ല, ഒരു ഇതുമില്ല. ഉള്ള പൈസ അയച്ചു തരുന്നില്ല, അതും കുറച്ചിക്കണ് പോനെ. എന്താന്നില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കിട്ട് ഉള്ളിലിട്ടുണ്ട് ഒതുക്കുകയാണ്. ഞാൻ ഏത് നിമിഷവും ഞാൻ പൊട്ടിത്തെറിക്കും. അതുവരെ ഞാൻ ക്ഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു പെര ഉണ്ടില്ലേ, അത് ഞങ്ങളെ പെരയാണ്, ഞങ്ങൾ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. കുടിരിക്കലാണ്ട് കഴിയട്ടെ, എന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ. അതുവരെ അവിടെ നിൽക്കട്ടെ. ശരിക്കും ഷെറീനാക്കത് വല്ലാത്ത സന്തോഷമായി. ഓ, അങ്ങനെയെങ്കിലും പുത്തൻ വീട് തറവാട്ടുകാർ ഒന്ന് താവണം. ഓല വിചാരം ഓലയിലും മേലൊരു ആൾക്കാർ ഇവിടെ ദുനിയാവിലില്ലാന്നാ. ആഹാ, എന്താന്നില്ലേ, ഭയങ്കര സ്വതക്കക്കാരും. ഓ, എന്തൊക്കെ ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ ഓലങ്ങട്ട് മെയിൻ ആവണ്ട. എനിക്ക് ഏറ്റവും ദേഷ്യാവുന്നല്ല, സെമീറാനെ വരെ കെട്ടിച്ചു കൊടുത്തു. അതാണ് ഞങ്ങളെ നാത്തൂനെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ ഇഷുമ്മ. ആ, പിന്നെ ഒരു കാര്യം പറയാം. നവാസ് ഏതായാലും ഇജ്ജ് രക്ഷപ്പെട്ട് നന്നായി. നവാസ് പറ്റ മോശ. ഇപ്പം ഏതായാലും മറ്റോളെടുത്തിക്കണ്. മറ്റോളെടുത്തിട്ട് ഇപ്പോൾ ഓലപ്പല്ലേ. ആ, ഒരു സ്ഥിരത ഇല്ല. നിങ്ങളായിട്ടല്ലേ അങ്ങോട്ട് കെട്ടിക്കാൻ നിന്നത്. അങ്ങോട്ടൊക്കെ ആരെങ്കിലും കെട്ടിക്കോ? നിങ്ങൾ എന്തൊരാൾക്കാരാണ്. കുറച്ച് ആലോചിച്ചൂടെ ഞങ്ങൾക്ക്? ആ, അന്നത്തെ ബുദ്ധിമുട്ടും ഇതും കൊണ്ടാണ് കെട്ടിച്ചു. ആ, ഇപ്പം പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടൊക്കെ മാറി. ബുദ്ധിമുട്ടൊക്കെ ഏതായാലും ഓലെ കൊണ്ട് മാറി കിട്ടിക്കണ്. ഞമ്മക്ക് ഈ ഒരു വലിയൊരു പെരയും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഇതൊക്കെ വാങ്ങി ഇട്ടേക്കണേ. ഏതായാലും ഇപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറേയൊക്കെ ദഹിക്കണ്. പിന്നെ എനിക്ക് തോന്നി ഇനി എൻ്റെ മോൾ അവിടെ നിർത്താനാവില്ല. എൻ്റെ മോൾ അവിടെ നിർത്തിയാലേ വേലക്കാരത്തിനെ വിലക്കാർ. ശരിയാണ് താത്താ, നിങ്ങളെ മോൾ അവിടെ പോയി ഇങ്ങോട്ട് പേർന്ന് കാണണം. എന്താ പണിയെടുക്കൽ. ഞാൻ പറയും ചെയ്യും, ഇവൾ എന്തിനാണ് ഇങ്ങനെ. അതുമല്ല, സൗദ കുറച്ച് സൗന്ദര്യം കുറഞ്ഞോളായതുകൊണ്ടേ നവാസിന് വലിയൊരു ഇഷ്ടമൊന്നുമില്ല. നിങ്ങളെ മുമ്പിൽ അഭിനയിക്കണ്. സൗദ കുറച്ച് ഇരുന്നറാണ്, കറുത്തിട്ടാണ് കാരണം നടക്കുകയെന്ന് എല്ലാവരോടും ഐഷുമ്മ പറയും ചെയ്യും. സൗദ ഈ കുടുംബത്തൊക്കെ പറ്റിയോളൊന്നല്ല, അവൾ തീരെ നിറയില്ല, തീരെ രസമില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ നടന്നിരുന്നു. അങ്ങനെ എല്ലാവരോടും പറയും. പിന്നെ പിന്നെ കുട്ടിക്ക് വേണ്ടെന്ന് വിചാരിച്ച് കെട്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ സൗദക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. അല്ല, അത് ഐഷുമ്മ അങ്ങനെ പറഞ്ഞോ? മോളെ, ഐഷുമ്മ മാത്രമല്ല, നവാസും അങ്ങനെ തന്നെ. നവാസിൻ്റെ തലയിൽ തന്നെ ഒഴിവാക്കി വിട്ടതാണ്. സത്യം പറഞ്ഞാൽ ഓനക്കെതിരെ കേസുകൾ കൊടുക്കണം, കേസ് കൊടുക്കന്നെ വേണം. ഓല കുടുംബത്തിലെ കുറച്ച് അഹങ്കാരം കൂടുതലാണ്.
അതുകൊണ്ട് ഒന്ന് കേസ് കൊടുത്ത ഒന്നും കൊണ്ട് ഒതുങ്ങുമല്ലേ. ഓൽക്കിപ്പോൾ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഓലിയിൽ മേലെ ആൾക്കാരില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് മാറ്റി മറിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഒരുമ്പെട്ടാൽ മതി. അതുമല്ല, പിന്നെ ഇജ്ജ് ഗർഭിണിയാണ്, അനക്കിപ്പോൾ എത്ര ആയില്ലേ, ഡേറ്റ് ആയി തുടങ്ങിയില്ലേ, പറഞ്ഞോണ്ടി എന്നെ പീഡിപ്പിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. മതി, പിന്നെ പുറം ലോകം കാണൂല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ എന്തേലും പറഞ്ഞാലേ വലിയ ഇതാണ്. അങ്ങനെ എന്തേലും പറഞ്ഞോ? അന്നപ്പം എന്തായാലും ഇനി പോന് വന്ന് നോക്കുന്നു. എങ്ങനെ വേറെ പെണ്ണുങ്ങളില്ലേ, വേറൊടത്തേക്കല്ലേ പോണത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അന്നിപ്പോൾ തീരെ ചിന്തയും കാര്യങ്ങളൊന്നും ഉണ്ടോ, അതൊക്കെ മറന്നു. അതൊക്കെ അപ്പൊക്കപ്പം വലിയത്. അല്ലെങ്കിലും പെരയിലവിടെ പണിയെടുക്കാൻ ആരെയും കിട്ടിയാൽ ഓൾക്ക് നല്ല ഇഷ്ടമാണ്, നല്ല സ്നേഹമാണ്. പണിയെടുക്കാതെ ആരെങ്കിലും വെറുതെ നിൽക്കുകയാണെങ്കിലോ എന്നാൽ പിന്നെ ഓലെ കുറിച്ചൊരു ചിന്തയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുള്ളതുകൊണ്ട് പറയാണ്, എൻ്റെ മാപ്പിളക്കെതിരെ കേസ് മണി കൊടുത്തോ. കേസ് കൊടുത്താൽ ഓല ഒത്താവും ചെയ്യും, നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യും. ആ ഇപ്പോൾ കോടതിയിൽ എന്ത് കളവും പറഞ്ഞ ആരെപ്പോൾ ചോദ്യം ചെയ്യാൻ വരുന്നത്? എന്ത് വേണേ ചെയ്തൂടെ? എന്നാൽ സൗദ അവരുടെ മുഖത്തേക്ക് നോക്കി, അതെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. അന്ന് ഉമ്മയോട് അവർ പറഞ്ഞത് ഇത്ര രസമില്ലാത്ത പെണ്ണിനെ എന്തിനാ നിങ്ങൾ നവാസിനെ കൊണ്ട് കെട്ടിച്ചതെന്നാണ് ചോദിച്ചിരുന്നത്. എന്നാൽ ഷെറീനത്ത് വരുമ്പോൾ ഉമ്മാക്ക് പേടിയായിരുന്നു, പഠിച്ചോനെ ഇവളിത് ഫസാദ് ഉണ്ടാക്കാൻ വരുമോ വിചാരിച്ചിട്ട്. സൗദ അത് ഓർത്തു. ഇനി ഇവർ നല്ല മനസ്സുകൊണ്ട് പറയണോ അതോ കുത്തിത്തിരിപ്പിന് പറയണോ എന്ന് വരെ അവൾ സംശയിച്ചു. പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. പൊന്നാര മക്കൾ നിങ്ങളോട് പറയാൻ, പുത്തൻവീട് തറവാട്ടൊരു സ്വഭാവം തീരെ പോരാ. എൻ്റെ മോൾ എത്ര ദിവസമായി ഇവിടെ വന്ന് കിടക്കണ്, തിരിഞ്ഞു നോക്കിയില്ല. ഉമ്മ അതിന് ഉമ്മയും ഷാമോനും അടിയാണ് തിരിഞ്ഞു നോക്കേണ്ടത്. അന്നെ കെട്ടിയ പുതിയാപ്പിളല്ലേ നവാസ്, ഓനല്ലേ വന്ന് നോക്കേണ്ടത്, ഉമ്മയും ഷാമോനും വന്ന് നോക്കിയില്ലേന്ന്. അല്ലുമ്മ അവർ വന്നപ്പോൾ എന്നോട് ഇജൊന്നും മുണ്ടന്നെ വേണ്ട അതിനെക്കുറിച്ച്. നല്ല മാന്യ മര്യാദയിലേറെ കെട്ടിച്ചൊക്കെ വിട്ടേക്കണേ. പിന്നെ ഓല് ഗൾഫിലൊക്കെ പോയെന്നപ്പോൾ ഒരു സ്വഭാവം ഇതൊക്കെ മാറി. ഓൻ വേറെ പെണ്ണ് കെട്ടലോ മറ്റോള് തിരിച്ചു വരൂല എന്ന് പറഞ്ഞപ്പോൾ ഓളെ തിരിച്ചെടുക്കലോ. ഇപ്പോൾ ഓള് വലിയ ദീനിയായ പെണ്ണയക്കണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണത്. ആദ്യം എങ്ങനെ നടന്നതിൻ്റെ പെണ്ണാണല്ലോ. ഇപ്പോൾ ഹിജാബൊക്കെ ഇട്ട് നല്ല മട്ടത്തിൽ ഇങ്ങനെ നടക്കണുണ്ട് കണ്ടാലേ എല്ലാവർക്കും വലിയ ബീവി വയ്ക്കണമെന്ന വിചാരം. എവിടെ ഉള്ളിലാർക്കറിയാം എന്തൊക്കെ കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യൂല, എൻ്റെ മോൾ അത്തരക്കാരി അല്ലേനും. എന്നാൽ പെട്ടെന്ന് അതാ സത്താർ അങ്ങോട്ട് കയറി വരുന്നു. ആ എവിടെ ഉമ്മ, എവിടെ? ആ മോനെ ഇരിക്കേ. അല്ലാ എൻ്റെ മോൻ വന്നിക്കണ്. ശരിക്കും റായിലെയും ഷെറീനയും അത് നോക്കി. അതാരാ? അതേ ഇഞ്ഞിൻ്റെ സൗദനെ കെട്ടിക്കാൻ പോണ ആളാണ്, ഇവിടുത്തെ സ്വന്തം ആൾ. ഞങ്ങളെല്ലാ കാര്യങ്ങളും ഓൻ തന്നെ ചെയ്തു തരല്. ശരിക്കും റായിലെയും ഷെറീനയും ഞെട്ടിപ്പോയി. ഇതുവരെ മോളും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ പെട്ടെന്ന്? എന്നാൽ ഷെറീനയും റാഹിലെയും അതാ സത്താർ ഒന്ന് നോക്കുന്നു. എന്താ, എവിടെ വീട്? ഞങ്ങൾ അവിടെ പുത്തൻവീട് തറവാടിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. ഓ അങ്ങനല്ലേ, എന്താ പേര്? ഷെറീന. അവളുടേത് റാഹില. ഓ ആയിക്കോട്ടെ, ഇരിക്കുന്നാലേ. എവിടെ ഇവള് സൗദ, എവിടെ പെണ്ണ നീയേ? ശരിക്കും സത്താർ വരുന്നത് സൗദക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഉമ്മാൻ്റെ നിർബന്ധത്തിന് ഇഷ്ടത്തിന് വഴങ്ങി അങ്ങനെ നിൽക്കുകയെന്ന് മാത്രം. അവൻ വരുമ്പോൾ തന്നെ ഒരു പേടിയാണ്. അതെ, സത്താർ തൊടാനും പിടിക്കാനും വരുമോ എന്നുള്ള ഒരു പേടിയും കൂടി ഉണ്ട് സൗദൻ്റെ മനസ്സിൽ. എന്നാൽ വയറിലേക്ക് നോക്കിയിട്ടൊക്കെ അവൻ ഓരോന്ന് പറയും. അത് സൗദക്ക് സത്യം പറഞ്ഞ ഭയമാണ്. പക്ഷേ എന്ത് ചെയ്യും, ഉമ്മാൻ്റെ പണിയാണ് ഇതൊക്കെ. ഉമ്മ ഇതിനൊക്കെ സപ്പോർട്ടാണ്. ഇപ്പോൾ ആളുകളുടെ ഇടയിലൊക്കെ പാട്ടയക്കണ്, സത്താർ അവിടുത്തെ ആളാണ്. ഇനിയിപ്പോൾ സൗദിനെ കൊണ്ട് കെട്ടിക്കാൻ നിൽക്കുകയാണ്, അതാകെ പാട്ടയക്കണ്. ഈ ഉമ്മാൻ്റെ പണിയാണ് ഇപ്പോൾ ഇതൊക്കെ. എന്നാൽ ഷെറീനയും റാഹിലയും അത് ശരിക്കും കണ്ടു. അതേ പുത്തൻ വീട് തറവാട്ടിൽ പോയി പറയാൻ നല്ലൊരു ചാൻസ് ഇട്ടേക്കാം. എന്നാൽ ഞങ്ങൾ പോട്ടെട്ടോ. അല്ല മക്കളെ, ചായ അടിച്ചിട്ട് പോകാം. ആ പിന്നെ കുടിരിക്കലാണ് മറ്റന്നാൾ. പെര കാണേ കണ്ടോളി. എല്ലാ പണി ഇപ്പോൾ കഴിഞ്ഞ് സെറ്റപ്പായി. ഇനി പിൻഭാഗത്ത് കുറച്ച് ഇൻ്റർലോക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അവിടെ ബേബി മെറ്റൽ പെട്ടൊക്കെയാണ്, അതും കൂടി ബാക്കിയുണ്ട്. മുൻഭാഗമൊക്കെ ഫുള്ളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോളി. ഇത് എത്രൻ്റെ വീടാ?
അതിൻ്റെ കണക്കൊന്നും പറയണ്ട. ഇതിപ്പോൾ കോടിൻ്റെ വീടും 2 കോടിൻ്റെ വീടൊക്കെ ആയിട്ടുണ്ടാവും പണിയെല്ലാം കൂടി കഴിഞ്ഞു വരുമ്പോത്തിന്. ഏ എല്ലാവരും വിചാരം ഞങ്ങൾ കാലാകാലവും ചെറ്റക്കുട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാന്നാ. ഇതിനൊക്കെ തന്നെയാണ് ഞാൻ വിചാരിച്ചിൻ്റെതും. എന്തൊക്കെ തന്നെയാലും ഞാൻ വിചാരിച്ചത് നേടിയെടുത്തിക്കണേ. ഇനി എൻ്റെ മോൾ ഇവിടെ സുഖമായിട്ടാണ് കഴിയും. അല്ലാതെ ഒരിക്കലും ഒരു പെരേക്കും പണിയെടുക്കാൻ നമ്മൾ വിടൂല. നമുക്കതിന് താല്പര്യമില്ല. പുതിയാപ്പിളക്ക് വേണമെങ്കിൽ പുതിയാപ്പിളയുടെ ഇഷ്ടം പോലെ കിട്ടും. ഓളെ തേടി തെരഞ്ഞു വരും. എനിക്കൊരു കുഴപ്പമില്ല. പെട്ടെന്ന് സത്താറ്, എന്തോ ഉമ്മ നിങ്ങളീ പറയുന്നത്? ഞാനൊരാളുണ്ടാവുമ്പോൾ ഇനി മറ്റൊരു പുതിയാപ്പിള സൗദക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, കുഞ്ഞിക്കതിയുടെ ആ ഒരു വാക്കുകൾ സത്താറിനെ അത്രയങ്ങ് പിടിച്ചില്ല. എൻ്റെ പൊന്നാരെ സത്താറെ, വെറുതെ പറഞ്ഞതാണ്, വെറുതെ തമാശിച്ചാണ്. കാര്യാക്കല്ലേ. ഒന്ന് കാര്യാക്കല്ലേ. ഇവളോട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എൻ്റെ മോൾക്ക് ഇവിടെ ഒരു കുറവും വരൂലെന്ന് ഞാൻ പറയട്ടെ. അതിന് വേണ്ടിയിട്ടാണ്. ഉമ്മ നിങ്ങൾ വാക്ക് പാലിക്കാതിരിക്കല്ലിട്ടോ, വാക്ക് തെറ്റിക്കല്ലിട്ടോ. വാക്ക് തെറ്റിക്കണത് എനിക്ക് ആദ്യമേ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നത് എനിക്ക് ഒരേ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടാണ്. അതെ, സൗദ എന്നുള്ള ലക്ഷ്യമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ആദ്യം ആഗ്രഹിച്ച പെണ്ണാണ്. ഇനിയിപ്പോൾ 1 അല്ല 2 അല്ല 3 കുട്ടികളുണ്ടെങ്കിലും ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ് കേട്ടോ. എൻ്റെ പൊന്നു മോനെ, അത് ഉറപ്പന്നല്ലേ? അനക്കുള്ളതന്നല്ലേ ഓള്. ഇജെന്തിനീ ബേജാറാണത്? അനക്കുള്ളത് തന്നെ എൻ്റെ പൊന്നാര സത്താറേ. ഓൾ അനക്ക് എഴുതി വെച്ച തന്നെയാണ്. ഞങ്ങളെ കാര്യത്തിനൊക്കെ ഒരു ആൺതരി ഇവിടെ ഉണ്ടാകണം നല്ലതുമാണ്. ഞങ്ങൾക്ക് വേറെ ആണുങ്ങളില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ നവാസ് പോലൊക്കെ പറഞ്ഞാൽ ഓരോ വരച്ച വരി നിൽക്കുന്ന ആൾക്കാരമ്മ പറഞ്ഞതിൻ്റെ അപ്പുറം ചെയ്യൂല. എനിക്കാണെങ്കിൽ അതിനോട് വലിയ താല്പര്യമില്ല. ഈ ഒരു ഉമ്മമാർ പറഞ്ഞ വരയെ വരച്ചെങ്ങനെ നിൽക്കുന്ന ആണുങ്ങളുണ്ടാവും ചിലവര്. കണ്ടൂടാ. കുറച്ചൊക്കെ ആണത്തം വേണ്ടേ? ഒക്കെ കുറച്ചൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനൊക്കെ നടക്കണം. ഇത് അവിടുത്തെ മക്കളെന്താ പറഞ്ഞേക്കാം, കള്ളു കുടിച്ചൂല, മയക്കുമരുന്നില്ല, 5 വക്ത് നിസ്കാരവും കാര്യങ്ങളും തഹജ്ജുദും ഒക്കെ ആയിട്ട് ഉമ്മാനൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിൽ പോണ ആമക്കളാണ്. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെയല്ല ഓങ്ങോട്ട് കിടക്കാത്തത്. ആ തള്ളൻ്റെ വാക്ക് കേട്ടിട്ടേക്കും. എനിക്ക് അങ്ങനത്തെ പെണ്ണവറന്മാരിഷ്ടമല്ല. ഈ തള്ള എന്താ പറഞ്ഞ അതിനനുസരിച്ച് അതിൻ്റെ അപ്പുറം അതിൽ നീങ്ങൂല. അങ്ങനത്തെ കുരുത്തം കെട്ട ആൾക്കാരാണ് അവിടെ ഉള്ളത്. ശരിക്കും ഷെറീനക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. നല്ലൊരു കണ്ടൻറ്റ് കിട്ടിയിരിക്കണിപ്പോൾ. കുറേ ദിവസമായി തമ്മ് തല്ലിച്ചിട്ട്. എന്തൊക്കെ തന്നെയാലും ഏതായാലും ഒന്ന് പറഞ്ഞു കൊടുക്കണം നല്ലോണം. എന്നാലേ ഞങ്ങൾ ഇറങ്ങാട്ടോ. അല്ല മക്കളെ, കുടിരിക്കലിന് എന്തായാലും വരണം കേട്ടോ. നിങ്ങൾ മറ്റന്നാൾ പോകുന്നോണ്ടേ. എല്ലാവരും മനസ്സിലായില്ലേ? സൗദ ഒരു നിമിഷം അവരോട് പറഞ്ഞു. മറ്റന്നാൾ ആണ്. അല്ല സൗദ, എൻ്റെ പുത്തൻവീട് തറവാട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ലേ? അത് കേട്ടപ്പോൾ സൗദ നിസ്സഹായായി. അതാ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, എന്താടി ഓലെ വിളിക്കണം എനിക്ക് കുടിരിക്കലിനെ? ഓലങ്ങോട്ട് വിളിച്ച്. ഉമ്മ, അത് നമ്മൾ ഓല് തന്ന പൈസ അല്ലേ ഇതൊക്കെ? ഓൾക്ക് ഇപ്പോഴും ആ ഒരു ചിന്തയാണ്. എന്താന്നില്ലേ, ഓല് തന്ന പൈസ ആയാലും അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളതാണ്. അന്ന് ഇജ്ജ് ഓൻ്റെ ഭാര്യയായിരുന്നു. അപ്പം എൻ്റെ അവകാശമാണ് ഇതൊക്കെ. അനക്കുള്ളതാണിത്, എൻ്റെ അവകാശം. അത് കരുതിക്കാണ്ട് ഓൽത് എന്നാ ഇജ്ജ് പറയണത്? എൻ്റെ പള്ളിയിലൊരു ഒരു കുട്ടില്ലേ, അതായത് അവിടുത്തെ കുട്ടിയാണ്. കുട്ടിക്കും കൂടി ഉള്ളതാണിത്. അല്ലാതെ ഇജ്ജ് വിചാരിച്ച മാതിരി ഓലത് എന്നൊക്കെ പറയണത്. കുടിരിക്കലിന് ഒരു കുട്ടിനോട് ഞാൻ പറയില്ല. നാട്ടുകാരെ മുഴുവൻ ഞാൻ വിളിച്ചാലും പുത്തൻവീട് തറവാട്ടുകാരെ വിളിച്ചൂല. അതിനിപ്പോൾ നവാസ് അല്ല നവാസിൻ്റെ ബാപ്പ വന്നാലും കുഞ്ഞിക്കതിൻ്റെ സ്വഭാവം മാറൂല. ശരിക്കും ഷെറീനക്കും റായിലാക്കും അത് വല്ലാത്തൊരു സന്തോഷമായി. എന്താന്നില്ല, ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. എന്ന് ഞങ്ങൾ പോട്ടെട്ടോ. അല്ല മക്കൾ, ചായ കുടിച്ചിട്ട് പോവാ. എന്നാൽ അവർ ചായ എല്ലാം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ സത്താറ്, എന്താ പോവാണോ? രണ്ടുപേരും ഞങ്ങൾ പോവാണ്. എന്നതിന് മറ്റന്നാൾ കാണാം. ഓക്കെ. സൗദ, ഇവിടെ വാ പെണ്ണേ. സ്നേഹത്തോടെ അതാ സൗദിയെ അവൻ വിളിക്കുന്നു. ശരിക്കും അവൾക്കാകെ ടെൻഷനായി. റബ്ബേ, ഇതൊക്കെ അവർ കണ്ട് അവിടെ പോയി പറഞ്ഞു കൊടുക്കും. ഉമ്മ എന്തിനെങ്ങനെ അവന്? എന്താടി എനിക്ക് അന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ തന്നെയാണിത്. ഓൻ പറഞ്ഞു കേട്ട ഏതെങ്കിലും ആണുങ്ങൾ ഇങ്ങനെ ചങ്കൂറ്റത്തോടെ പറയോ? 1 അല്ല 2 അല്ല 3 കുട്ടികളുണ്ടെങ്കിലും ഓളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. പോരെ ഓൻ്റെ ഒരു വാക്ക്? സൗദ, എന്താ പെണ്ണ് നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായില്ലേ? അപ്പോഴും അവളെ വിളിക്കുന്നത് ഷെറീനയും റായിലയും കാണുന്നു.
ഹൂ, ഇതിപ്പോൾ സംഭവം അടിപൊളിയാണ് മക്കളെ. എന്നാൽ ഞങ്ങൾ പോട്ടെ, ഇറങ്ങട്ടെ മക്കളെ. നിങ്ങൾ മറ്റന്നാൾ പോരിട്ടോ കുടിരിക്കലിന്. അതെ, നല്ല മനസ്സുള്ളവരെ മാത്രമേ ഞാൻ അങ്ങോട്ട് വിളിക്കുള്ളൂ. അല്ലാതെ കുശുമ്പുള്ളവരും കുന്നായ്മുള്ളവരൊന്നും ഞാൻ വിളിക്കൂല. കുഞ്ഞിക്കതിയ, ആ കുഞ്ഞിക്കതിയൊക്കെ ശീലമായിട്ടുമില്ല. അപ്പുറത്ത് റജീനാനെ വിളിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടേനു. അത് ഇനി മറ്റോളെ അനിയത്തിയല്ലേ, അപ്പം പിന്നെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അതൊക്കെയാണ് ഫസാദാക്കലേക്കാരം. അതുകൊണ്ട് തൽക്കാലം ഓലെ വിളിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ എനിക്ക് പറ്റുമല്ലൊക്കെ വിളിക്കും. പിന്നെ എൻ്റെ സത്താറിൻ്റെ ആൾക്കാർ തന്നെ എനിക്കുണ്ട്. എനിക്ക് മോനായിട്ടും മരുമോനായിട്ടും സത്താർ ഉണ്ടായതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. നമുക്ക് കുറേ പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ആക്കി വെച്ച ഒരാളും കൂടി വേണ്ടേ. സത്താറാകുമ്പോൾ അതൊക്കെ മട്ടത്തിനാക്കി വെച്ചിട്ടുണ്ട്. ആ ശരിക്കും ഷെറീനയും റാഹിലയും അത് കേട്ട് എന്നാൽ ഞങ്ങൾ പോട്ടട്ടോ, മറക്കല്ലിട്ടോ മക്കളെ. എന്നാൽ ഈ സമയം അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോൾ ഷെറീന റാഹിലയോട് പറയുന്നു, എടി പെണ്ണേ, പുത്തൻ വീട് തറവാട് കത്തിക്കാള വകുപ്പ് കിട്ടിക്കണം. നമുക്ക് കത്തിക്കാള നേരെ ഐഷുമാൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. വേറെ എവിടേക്കും അല്ല, ഐഷുമാൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ കണ്ടിട്ട് നമുക്ക് കുറച്ച് വിളമ്പി കൊടുക്കാണ്ട് കേട്ടോ. അങ്ങനെ അവർ നേരെ ഓട്ടോ വിളിച്ചിട്ട് നേരെ പുത്തൻവീട് തറവാടിന് മുമ്പേക്ക് നേരെ ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോ വിടുകയാണ്. എനിക്കിങ്ങോട്ട് പൊറുതേടാവുക. കാരണം എന്താണെന്ന് വെച്ചാലേ ഓല് അത്രക്ക് നല്ല ആൾക്കാരാവണ്ട. എല്ലാവരും മുമ്പിൽ ഓല് നല്ലതാണ്. എല്ലായിടത്തും ധർമ്മങ്ങൾ എന്തൊക്കെയാണോ അതങ്ങോട്ട് ഇല്ലാതാക്കണം. ഓലെ കുടുംബം ഒന്ന് കുളം തോണ്ടണം. അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതാണ്. എന്താന്നില്ലേ. അങ്ങനെ പുത്തൻ വീട് തറവാടിൻ്റെ മുമ്പിൽ ഓട്ടോറിക്ഷ അവർ ഇറങ്ങുന്നു. അത് പിന്നെ ദയനീയമായി പറയണം കേട്ടോ. ഇങ്ങനെ നന്നായി ചിരിച്ച് കളിച്ച് പറയാൻ നിൽക്കണ്ട. ഇതൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞുണ്ട്. റാഹിലയോട് ഏട്ടത്തി പറയുന്നു. അങ്ങനെ പുത്തൻ വീട് തറവാടിൻ്റെ അടുക്കള ഭാഗത്തോട് അവർ അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഐഷുമ്മ ആരാ അത്? നുസിയേ. ഉമ്മ ആരാ നോക്ക കുഞ്ഞേ. നുസീബ വാതിൽ തുറന്നു. ശരി ഉമ്മ, അത് ഇവിടുത്തെ ഷെറീനത്തെയും റാഹിലത്തെ അനിയത്തിയും ആണ്. ഓലിപ്പോ ഈ ഒരു സമയത്ത് ഇപ്പം എന്തിന് എന്നുള്ള രീതിയിൽ ഐഷുമ്മ. ആരാ അത്? നിങ്ങളോ? കയറിക്കോളിടേ, ഇരിക്കി. എവിടുന്ന ഇപ്പം നിങ്ങൾ വരുന്നത്? പൊന്നാര ഐഷുമ്മ, ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് വന്നതാണ് ഞങ്ങൾ. ഷെറീന കണ്ണുകൾ തുടക്കുന്നത് പോലെ അഭിനയിച്ചു. എന്ത് കാര്യം? പൈസൻ്റെ വല്ല കാര്യം എന്താണെങ്കിലും ഇങ്ങനെ കരഞ്ഞ് മെഴുകേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം പറഞ്ഞാൽ ഞാൻ എടുത്ത് തരൂലേ. പൊന്നാര ഐഷുമ്മ, ഞങ്ങൾക്ക് പൈസ നിങ്ങൾ ഇഷ്ടം പോലെ തരലുണ്ട്. ഞങ്ങൾ ആവശ്യത്തിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചാൽ തരും. അതെനിക്ക് ഉറപ്പുണ്ട്. ഇതൊന്നല്ല ഐഷുമ്മ, എനിക്കത് കണ്ടിട്ട് വല്ലാത്തൊരു ഇടങ്ങാറ്. എന്താ കാര്യം? എന്താ കുട്ടിയെ ഇങ്ങനെ കരയാതെ കാര്യം പറയും. റായില, എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമടി. അത് എത്ര വലിയ ചതി വേണ്ടിയിരുന്നോ? എന്താ കാര്യം? നിങ്ങളെന്താ പറയണത്? ഐഷുമ്മക്ക് സത്യം പറഞ്ഞ എന്തൊക്കെയോ ഒരു ഇത് തോന്നി. പൊന്നാര ഐഷുമ്മ, ആരും കേൾക്കണ്ട. നുസീബയും കേൾക്കണ്ട, ആരും കേൾക്കണ്ട. എന്ത് സംഭവം? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച വിശ്വാസം ഇല്ലാതിരിക്കാൻ പറ്റുമല്ലോ. എന്താണ്? നിങ്ങളെ നവാസ് ഒരു പച്ച പാവാണല്ലേ. ആ നവാസിനിട്ട് എല്ലാവരും കൂടി ഇടങ്ങാറാക്കണത്. ഒരിക്കലും ഫസീൽ എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാട്ടിക്കൂട്ടില്ലേനും ഓള്. ഇപ്പം നേരെ തിരിച്ച് നിങ്ങളെ സൗദ, നിങ്ങളെ മരുമകൾ. അതിപ്പോൾ നിങ്ങൾ കണ്ടത് പൊന്നാര താത്ത അങ്ങോട്ട് പോകേണ്ട അടുത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നതാണ്. അതിലാണ് ഇവിടെ കാണുന്നത് സൗദിയും സത്താറും കൂടി അവിടെ ചിരിയും കളിയും വർത്താനും. അപ്പോൾ ഇവള് പറഞ്ഞു, അങ്ങോട്ട് നോക്കി അത് നമ്മൾ ഐഷുമാൻ്റെ മരോള് സൗദല്ലേ എന്ന് പറഞ്ഞ്. എൻ്റെ പൊന്നാരേ, എന്താ താത്ത നിങ്ങളോട് പറയാൻ. എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ് അത് കണ്ടപ്പോൾ. ഒന്നുമില്ല, ഇവിടുത്തെ നവാസിൻ്റെ ഭാര്യയല്ലേ, ഓലിങ്ങോട്ട് കൊഞ്ചി കൊയ്യ. മാപ്പിളയും പെണ്ണുങ്ങളും തന്നെ. ഓള് 10 മാസം ഗർഭിണിയൊക്കെ തന്നെയാണ്. എന്നാൽ എന്താ ഓനെ തൊട്ട് തലോടി ഇങ്ങനെ ഒപ്പം നടക്കുക. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണതെന്നോ. എനിക്കത് കണ്ടിട്ട് എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ വേദന വന്നു. ഞാൻ വിചാരിച്ചു, റബ്ബേ ഇതൊന്നും ഇങ്ങോട്ട് അപ്പക്കപ്പൊന്ന് കണ്ടിരുന്നെങ്കിൽ നിങ്ങളെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കിപ്പോൾ നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ എന്നെ എപ്പോഴും സഹായിക്കണമൊക്കെയാണ്. എന്തുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് തരും, അങ്ങനെയാണല്ലോ.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് പറയണത്. റായിലാനോട് പറഞ്ഞിട്ട് മോളെ ഒരു കുട്ടിനോട് ഇജ്ജ് പറയല്ലട്ടത്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. ആ നവാസ് എത്രങ്ങാനും സങ്കടപ്പെടുക കാണുമ്പോൾ. എന്താ ആവശ്യം നിങ്ങളുടെ ഉദ്ദേശം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയും ഒരു ആണ് വന്ന് അവിടെ നിരങ്ങുന്നുണ്ട്. ഓലെല്ലാ കാര്യങ്ങളും ഓനെ ഏറ്റെടുക്കണത്. അതുമല്ലല്ലോ, ഇനി പ്രസവം കഴിഞ്ഞിട്ട് കല്യാണമാണല്ലോ, കെട്ടുകയാണല്ലോ ഓന്. തള്ളക്കും തന്നെ ഓനെ കിട്ടിയാൽ മതി. തള്ള ഓൻ്റെ ഒരാളാണ്. എന്താ ഇനിയിപ്പോൾ ചെയ്യുക അല്ലേ? അതുമല്ല പൊന്നാര ഐശ്വര്യ മങ്ങളോട് പറയാൻ, മറ്റന്നാൾ കുടിരിക്കലാണല്ലോ, വലിയൊരു വീടുണ്ടാക്കിയിരിക്കണ്. അതിൽ സൗദ പറയണ്ടേ ഇത് ഓലുണ്ടാക്കിയ വീടാണ്, നവാസ്ഖാൻ്റെ പൈസ കൊണ്ടുണ്ടാക്കിയ വീടാണെന്നൊക്കെ പറയണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ് ഉഷാറായിക്കണ്. അല്ല ഐശ്വര്യങ്ങൾ എത്രയാണ് ഓൽക്ക് പൈസ കൊടുക്കൽ? അതിനകത്തൊക്കെ പൈസ കൊടുക്കലുണ്ടോ? ഇത്രയും വലിയൊരു ബമ്മാട് അവിടെ പൊന്തിക്കണമെങ്കിൽ അതിന് എത്ര പൈസ വേണ്ടി വരും? ഓല് പറഞ്ഞു 1 കോടി 1.5 കോടിയൊക്കെ ആയിട്ടുണ്ടാവും തന്നെ പറയണത്. അതിൻ്റെ മേലെ പോകും തന്നെ പറയണത്. അതൊക്കെ എന്താലേ പൊന്നാര താത്ത നിങ്ങളോട് പറയാൻ. ശരിക്കും ഐഷുമ്മക്ക് അതെല്ലാം കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവുമാണ് വന്നത്. ഷെറീന, ഇത് പറയാനാണോ ഈ ഇങ്ങോട്ട് കയറി വന്നത്? അനക്ക് വേറൊന്നും പറയാനില്ലേ? മനുഷ്യന്മാരെ കുറിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കാനും പറയാനുമാണോ? പൊന്നാര ഐഷുമ്മ, ഇത് എനിക്കിതാ, ഞാൻ ഒരിക്കലും പറഞ്ഞ നിങ്ങൾക്ക് വിശ്വസിക്കുമെങ്കിൽ നന്നായിട്ടറിയാം. റാഹിലാനോട് ചോദിച്ചു നോക്ക്. റാഹിൽ സത്യം പറയും. ചോദിച്ചു നോക്ക്. ഞാൻ ഇനി പറയണില്ല, ഞാൻ നിർത്തി. ഞാൻ പറച്ചിൽ നിർത്തി. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ ഇനി പറയണമില്ല. ഷെറീന വീണ്ടും കരച്ചിൽ അഭിനയിക്കുന്നു. റാഹില, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ഐഷുമ്മ, അതെ ഐഷുമ്മ, സത്താർ അവിടെ നല്ലോണം കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ. അത് മാത്രമല്ല, ഞങ്ങൾ ശരിക്കും കണ്ടു. സൗദ ഇവിടെ വാടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് ശരിക്കും കണ്ടു ഐഷുമ്മ. കണ്ടപ്പോൾ ഇടങ്ങാറ് തോന്നി. ഞാൻ പിന്നെ താത്ത പറലേച്ചിട്ട് മുണ്ടാ എന്നത്. എന്നാൽ ഐഷുമ്മക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. എൻ്റെ റബ്ബേ പഠിച്ചോനെ, എൻ്റെ കുട്ടീനെ നീ ഇനിയും ഇടങ്ങാറാക്കല്ല കേട്ടോ. അല്ലാ, പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ഓളുള്ള പാട്ടിന് ഞങ്ങൾ പൊയ്ക്കോട്ടെ. ഓളഞ്ഞ് പിടിച്ചു വെക്കണ്ട നമ്മൾ. ഐഷുമ്മയുടെ മനസ്സിൽ അതായിരുന്നു വന്നത്. എന്നാൽ കുട്ടിനെ വിചാരിക്കുമ്പോൾ ഐഷുമ്മക്ക് മനസ്സിൽ വല്ലാതെ എങ്ങ് ഇടങ്ങാറുമാകുന്നു. പിന്നെ ഇത് നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. നവാസിനോട് പറ്റുന്നുണ്ടോ ഒന്ന് സൂചിപ്പിച്ചാളേ. നവാസിനോട് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും? എന്തിനാണ് വെറുതെ ആ സത്താറിൻ്റെ ഒപ്പം കഴിയണ പെണ്ണിനെ ഓന് നോക്കി എടുക്കണത്? പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഓരോ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. എന്താ വെച്ചാൽ തിരിഞ്ഞ് നോക്കരുത്, 5 പൈസയും കൊടുക്കരുത്. അപ്പം കാണാം. അതെ, 5 പൈസ എങ്ങാനും അങ്ങോട്ട് ചെല്ലാതായി കഴിഞ്ഞാൽ കുഞ്ഞിക്കതിയാത്ത വേഗം കേസ് കൊടുക്കും നവാസിനെതിരെ. എന്നാൽ പിന്നെ തൻ്റെ മകളെ ഉപദ്രവിച്ചു, മകൾക്ക് ചെലവിന് തന്നില്ല എന്നുള്ള പേരിൽ ആ ഒരു കേസും കൂടി ആവും. ചുരുക്കി പറഞ്ഞാൽ ഗർഭിണിയെ ഉപദ്രവിച്ച കേസിൽ അതും ജാമ്യമില്ലാത്ത കേസായി തീരും. അതായിരുന്നു അവരുടെയും ലക്ഷ്യം, 2 കൂട്ടരെയും തമ്മിൽ തല്ലിക്കുക എന്നുള്ളത്. അതിനായിട്ട് കുറച്ച് പെണ്ണുങ്ങളെ ഇബിലീസിൻ്റെ ആളുകൾ ഉണ്ടാവുമല്ലോ, അതിൽ പെട്ട് തന്നെയാണ് റായിലയും ഷെറീനയും. ചുരുക്കി പറഞ്ഞാൽ അതാ സമീറ അവിടെ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അവരെയും കുടുംബം കലക്കുവാൻ വേണ്ടിയിട്ട് അവളുമാർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് ഐഷുമ്മയുടെ മനസ്സും വല്ലാതെങ്ങ് വേദനിച്ചിൻ്റെ റബ്ബേ പഠിച്ചോനെ അള്ളാഹുവേ, ഇതൊക്കെ വെറുതെ ഒരു പറഞ്ഞതായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും. പക്ഷേ അന്ന് എൻ്റെ നവാസും വന്ന് പറഞ്ഞു സത്താറിൻ്റെ കൂടെ ഓല് ഹോസ്പിറ്റലിൽ പോയ കാര്യം എന്തൊക്കെ ഓനും ഇതറിയാം. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? എനിക്കറിയില്ലല്ലോ. ഐഷുമ്മയുടെ മനസ്സിലെ സന്തോഷമെല്ലാം കെട്ടടങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ നവാസ് അവിടെ പോയി 2 ദിവസം നിന്നതും ഒക്കെ അതൊക്കെ പിന്നെ എന്തായിരുന്നു? അതിന്നെ പറ്റിക്കാനായിരുന്നോ ഓനങ്ങനെ പറഞ്ഞത്? സൗദൻ്റെ അടുത്തൊക്കെ പോയി എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ സത്താർ വരണമെന്ന് അറിഞ്ഞില്ലേ ഓനക്ക് 2 വർത്താനം പറഞ്ഞുകൂടായിരുന്നോ? ഐഷുമ്മക്ക് ദേഷ്യവും സങ്കടവും വന്നു. അതെ, അവർ പൊട്ടിക്കരഞ്ഞു പോയി. പഠിച്ചോനെ റബ്ബേ, എന്താ റബ്ബേ ഞാനീ കേൾക്കണത്? അപ്പോൾ നവാസ് അവർ 2 പേരും ഒന്നായി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ എന്താ ഇത് സത്യം? അപ്പോൾ തന്നെ ഉമ്മ നവാസിനെ വിളിക്കുന്നു. നവാസേ, ഇവിടെ വന്നയ്യേ, കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിക്കാണ്ട്. എന്താ ഉമ്മ, എന്താ കാര്യം? നവാസ് ശരിക്കും ഞെട്ടി. എന്നാൽ ഇത് കേട്ട് ഷെറീനയും റാഹിലയും പൊട്ടിച്ചിരിച്ചു.
ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.